നമ്മളിന്ന് തേർഡ് മൊഡ്യൂളിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ വിൻഡ് എനർജി കാൽക്കുലേഷൻ എന്ന് പറയും. എനർജി ഇൻ വിൻഡ്, അതായത് വിൻഡിൽ എത്രത്തോളം എനർജി ഉണ്ട്, അതേപോലെ അതിന്റെ കാൽക്കുലേഷന്, പിന്നെ പവർ കോഎഫിഷ്യന്റ് എന്താണ്, അതേപോലെ ബെറ്റ്സ് ലിമിറ്റ് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. അപ്പോൾ അതുണ്ട്, അതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്, ടിപ്പ് സ്പീഡ് റേഷ്യോ, സോളിഡിറ്റി ഓഫ് ടർബൈൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം, അതായത് ഒരു വിൻഡ് നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിന്റെ ഒരു സ്റ്റഡി, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷനും പാർട്സും, അത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം വിൻഡിലുള്ള എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ അകത്തുള്ള എനർജി, അതിനാണ് നമ്മൾ പൊതുവെ മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. അപ്പം ആക്ച്വലി വിൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എയർ ആണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്നതും മെക്കാനിക്കൽ എനർജി തന്നെയാണ്. അപ്പൊ മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, അതുപോലെ കൈനറ്റിക് എനർജി ഉണ്ടാവും, അതുപോലെ എന്താണ് പ്രഷർ എനർജി ഉണ്ടാവും. ഇങ്ങനെ 3 ടേംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഫസ്റ്റ് ടേം എം ഡോട്ട് ഇൻറ്റു പി ബൈ റോ, ഈ ഒരു ടേം എന്ന് പറയുന്നത് പ്രഷർ എനർജിയാണ്. എം ഡോട്ട് ഇൻറ്റു വി സ്ക്വയർ ബൈ 2 അഥവാ എം വി സ്ക്വയർ ബൈ 2 നമ്മൾ പറയും, അത് കൈനറ്റിക് എനർജിയാണ്. അതേപോലെ എം ഡോട്ട് ഇൻറ്റു ജി സെഡ്, എം ജി സെഡ്, അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇങ്ങനെ 3 രീതിയിലുള്ള എനർജിയാണ് വിൻഡിൽ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. മെക്കാനിക്കൽ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ്ലി ആൻഡ് ഡയറക്ട്ലി ബൈ ആൻ ഐഡിയൽ മെക്കാനിക്കൽ ഡിവൈസ് സച്ച് ആസ് ഐഡിയൽ ടർബൈൻ. അപ്പോൾ ഇവിടെ ഒരു വിൻഡ് ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡിലുള്ള എനർജി നമുക്ക് മെക്കാനിക്കൽ ഫോം ആയിട്ടുള്ള എനർജിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിൻഡിലുള്ള എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ്, ഫ്ലോയിങ് ഫ്ലൂയിഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് 3 ടേംസ് ആണുള്ളത്, ഓർത്ത് വെക്കുക. ഫസ്റ്റ് പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, ദെൻ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. Then the P by rho is the flow energy അഥവാ pressure energy, V square by 2 is the kinetic energy and Gz is the potential energy, all per unit mass. എല്ലാം യൂണിറ്റ് മാസിലാണ്. അപ്പം ടോട്ടൽ മാസ് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം ഡോട്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് പറയുന്നത്. The energy at inlet and exit of the wind turbine are both equal to the atmospheric pressure. Sorry, എനർജി അല്ല, the pressure. അപ്പം ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻലെറ്റിലായാലും, ഇവിടെ ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, അസ്യൂം ഒരു വിൻഡ് ടർബൈൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് 1, ഈ ഒരു സൈഡ് 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രഷറും അറ്റ്മോസ്ഫിയറിക് ആണ്, ഇവിടെയുള്ള പ്രഷറും അറ്റ്മോസ്ഫിയറിക് ആണ്. രണ്ട് സൈഡത്തെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷർ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പി ബൈ റോ എന്നുള്ള ഈ ഒരു ടേമിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എനർജി ഒന്നും കിട്ടൂല. ദാറ്റ് മീൻസ് വിൻഡിലുള്ള പ്രഷർ എനർജി ഡിഫറൻസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രഷർ ഡിഫറൻസ് ഇല്ല. therefore ഫ്ലോ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓക്കെ. അതുപോലെ പ്രഷറിനെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ എലവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള ഹൈറ്റ് ഡിഫറൻസ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഹൈറ്റ് വെച്ചിട്ട്. ഇപ്പൊ ഇവിടെ 1 എന്നുള്ള സൈഡിലുള്ള ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാലും 2 എന്നുള്ള സൈഡിലുള്ള ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാലും രണ്ടും സെയിം ആണ്. അപ്പൊ ഹൈറ്റിൽ ഡിഫറൻസ് ഇല്ല. ഹൈറ്റിൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ജി സെഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അഥവാ ഹൈറ്റ് ആണ്. അപ്പൊ അതിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയിലും ചേഞ്ച് ഇല്ല. ദാറ്റ് മീൻസ് therefore flow energy എന്ന് പറഞ്ഞാൽ പ്രഷർ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡു നോട്ട് ചേഞ്ച് അക്രോസ് ദ വിൻഡ് ടർബൈൻ. വിൻഡ് ടർബൈൻ്റെ രണ്ട് സൈഡിലും 1 എന്ന് എഴുതിയ സൈഡിലും 2 എന്ന് എഴുതിയ സൈഡിലും നോക്കുകയാണെങ്കിൽ പ്രഷർ എനർജിക്കും അല്ലെങ്കിൽ ഫ്ലോ എനർജിക്കും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിക്കും ചേഞ്ച് ഇല്ല. പിന്നെ ആകെ ചേഞ്ച് വരാനുള്ളത് ആകെ ഒറ്റ ടേമാണ്, എം ഡോട്ട് ഇൻറ്റു വി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ ടേമിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് കാര്യമായിട്ട് നമ്മൾ വിൻഡിലുള്ള എനർജി ആയിട്ട് കണക്കാക്കുന്നത്. A wind turbine converts the kinetic energy of a fluid into power. അപ്പോൾ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. If a wind is blowing at a location at a velocity v വെലോസിറ്റിയിൽ വിൻഡ് ബ്ലോ ചെയ്യുകയാണെങ്കിൽ the available wind power is expressed as, അതായത് നമുക്ക്
ആ വിൻഡിലുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു വി സ്ക്വയർ. ഇനി ദിസ് ഈസ് ദ മാക്സിമം പവർ ഓഫ് എ വിൻഡ് ടർബൈൻ ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ഫോർ എ ഗിവൺ വിൻഡ് വെലോസിറ്റി വി. അപ്പം നമ്മൾ പറഞ്ഞു ഒരു വിൻഡ് ടർബൈൻ ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പം ഇവിടെ നിങ്ങോട്ടേക്ക് വരുന്ന വിൻഡിന്റെ സ്പീഡാണ് വി. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന വിൻഡിന്റെ കയ്യിലുള്ള മാക്സിമം എനർജിയാണ് ഹാഫ് ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു വി സ്ക്വയർ. ദെൻ ആ വിൻഡ് ശരിക്ക് അതിന്റെ രണ്ടാമത്തെ ഇത് ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ സൈഡിലൂടെ ആ വിൻഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് ശരിക്കും ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയും വിൻഡിനൊരു എനർജി ഉണ്ട്. അതായത് ഹാഫ് ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു വി ടു സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു എനർജി ഈ ഒരു സൈഡിൽ വിൻഡിനുണ്ട്. അപ്പോൾ മാക്സിമം എനർജി ഇതാണ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലെ എനർജി എന്തായി പോകും? സീറോ ആയി പോകും. കംപ്ലീറ്റ്ലി ഒരിക്കലും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല. അപ്പം ഇവിടെ നിന്ന് വരുന്ന വിൻഡ് v1 വെലോസിറ്റിയിലാണ് വരുന്നതെങ്കിൽ അത് വിൻഡ് ടർബൈനിൽ തട്ടിയതിനു ശേഷം v2 വെലോസിറ്റിയിൽ അത് പുറത്തേക്ക് പോകും. അപ്പൊ ദാറ്റ് മീൻസ് ഈ ഒരു സൈഡിലും അതിനൊരു എനർജി ഉണ്ട്. അപ്പം ആ ഒരു എനർജി കംപ്ലീറ്റ് നമുക്ക് എന്തായാലും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റൂല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഈ ഹാഫ് എം ഡോട്ട് ഇൻറ്റു വി വൺ സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം ഡോട്ട് ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞതാണ് മാക്സിമം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി. ദെൻ ഇതിനകത്ത് എം ഡോട്ട് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കുക. എം ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു വി. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അതേപോലെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വിൻഡ് ടർബൈൻ്റെ ടോട്ടൽ. ഇപ്പം ഒരു വിൻഡ് ടർബൈൻ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ കാണുന്നതെങ്കിൽ, ഇപ്പം ഇങ്ങനെയുള്ള മൊത്തം ഏരിയ, അതിനാണ് ഏരിയ. അത് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ, ഡയമീറ്റർ ഡി ആണെങ്കിൽ നമുക്കറിയാം π/4 ഡി സ്ക്വയർ ആണ് അതിന്റെ ഏരിയ വരിക. അപ്പൊ അതാണ് എ. വി എന്ന് പറയുന്നത് വിൻഡിന്റെ വെലോസിറ്റി. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് വരും? ഹാഫ് ഇൻറ്റു എം ഡോട്ടിന് പകരം റോ എ വി കൊടുക്കുക ഇൻറ്റു വി സ്ക്വയർ. അപ്പൊ നമുക്കത് ഇക്വേഷന് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ അതാണ് അവൈലബിൾ എനർജി ഇൻ വിൻഡ്. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതി വെച്ചത്. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി ക്യൂബ്. ഇതാണ് മാക്സിമം എനർജി, വിൻഡിലുള്ള മാക്സിമം എനർജി. The above equation indicates that the power potential of a wind turbine is proportional to the cubic power of wind velocity. അതായത് അതിനകത്ത് നിന്ന് കിട്ടുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് വിൻഡ് വെലോസിറ്റിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ വെറുതെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള വിൻഡിലുള്ള എനർജി കണ്ടുപിടിക്കാനാണ്. കൺസിഡർ എ ലൊക്കേഷൻ വേർ ദ വിൻഡ് വിത്ത് ഡെൻസിറ്റി റോ തന്നിട്ടുണ്ട് 1.2 kg/m3 is blowing at a velocity v തന്നിട്ടുണ്ട്. The maximum power at wind turbine with a rotor diameter d തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എനർജി കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ ഹാഫ് റോ എ വി ക്യൂബ് ആണ്. ഹാഫ് ഇൻറ്റു റോ അറിയാം 1.2. ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയമീറ്റർ വന്നിട്ടുണ്ട്. π/4 ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇൻറ്റു v1 ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 വാട്ട് എന്നുള്ള ഈ ഒരു ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. Then the doubling of wind velocity with increase the power potential by factor of 8. അതായത് നമുക്കറിയാം ഇക്വേഷൻ ഹാഫ് റോ എ വി ക്യൂബ് ആണ്. ഹാഫ് റോ എ വി ക്യൂബ് ആണ് നമ്മുടെ പവർ അല്ലെങ്കിൽ അവൈലബിൾ എനർജി. അപ്പൊ നമ്മൾ വി എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ടൈംസ് വി ആക്കി കഴിഞ്ഞാൽ എന്താവും? 2 ടൈംസ് വി ക്യൂബ് ആവും. ദാറ്റ് മീൻസ് 8 ഇൻറ്റു വി ക്യൂബ് എന്ന് വരും. അതായത് പവർ 8 ടൈംസ് ഇൻക്രീസ് ആവും എന്നർത്ഥം. Then the power potential of wind turbine is proportional to the density of air. Okay, proportional ആണ്. As a result, cold air has a higher wind potential than warm air. അതായത് ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷൻ ആണ് പവർ. P proportional to rho. That means റോ കൂടുന്നതിനനുസരിച്ച് P കൂടും. കോൾഡ് എയർ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോൾഡ് എയറിന് കൂടുതൽ പവർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഡെൻസിറ്റി ഓഫ് എയർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. P is equal to റോ ആർ ടി. ഇത് ബൈ ഹാർട്ട് പഠിക്കാം. ഇതിനകത്ത് പി എന്ന് പറയുന്നത് പ്രഷറാണ്, റോ നമുക്കറിയാം ഡെൻസിറ്റി ആണ്, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഈ പ്രഷറിന്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് പാസ്കൽ ആണ്, പാസ്കൽ. അതേപോലെ ആറിന്റെ വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് ഓർത്ത് വെക്കണം. ദെൻ 287 ആണ് വരുന്നത്.
ദെൻ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ്. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏരിയ എന്ന് പറയുന്നത് 5/4 d² ആണ്. ആ ഒരു സംഭവം കൂടെ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ വരും. ഇത് ഇങ്ങനെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ഉണ്ട്, ഹാഫ് റോ എ വി ക്യൂബ്. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഏരിയക്ക് നമ്മൾ 5/4 d² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ റോക്ക് പി ഇസ് ഈക്വൽ ടു റോ ആർ ടിൻ്റെ അകത്ത് നിന്ന് റോ ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി, അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോ ഇസ് ഈക്വൽ ടു പി ബൈ ആർ ടി കൊടുക്കും. അതേപോലെ ഏരിയക്ക് 5/4 d² കൊടുക്കും. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. Then the power potential of a wind turbine is proportional to the square of the blade diameter. അതായത് W proportional to d². As a result, doubling the blade diameter increase the power potential by factor of 8. അതായത് D എന്ന് പറയുന്നത് 2D ആക്കി കഴിഞ്ഞാൽ W എന്നുള്ളത് 4 into W ആയിട്ട് മാറും. Then അടുത്തതാണ് ബെറ്റ്സ് ലോ. ബെറ്റ്സ് ലോ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡ് ടർബൈൻ്റെ അകത്ത് നമുക്ക് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എനർജീൻ്റെ ആ ഒരു കണ്ടന്റിനാണ് നമ്മൾ ബെറ്റ്സ് ലോ എന്ന് പറയുന്നത്. ബെറ്റ്സ് ലോ ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ വിൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസൈൻ ഓഫ് എ വിൻഡ് ടർബൈൻ ഇൻ ഓപ്പൺ ഫ്ലോ. അപ്പോൾ മാക്സിമം നമുക്ക് വിൻഡ് ടർബൈൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിനാണ് ബെറ്റ്സ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെറ്റ്സ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വിൻഡ് ടർബൈൻ ആണ്. ഇവിടുന്ന് വിൻഡ് വരുന്നുണ്ട്, ഈ വിൻഡ് പുറത്തു കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ V1 വെലോസിറ്റി, ഇവിടെ V2 വെലോസിറ്റി. അപ്പൊ V1 വെലോസിറ്റി ഉള്ള ആ ഒരു സൈഡിലുള്ള എനർജി എന്ന് പറയുന്നത് ഹാഫ് റോ എ V1 ക്യൂബ് ആണ്. ഇത്രയും എനർജിയാണ് വിൻഡിന് കയ്യിൽ മൊത്തം ഉള്ളത്. ദെൻ ഈ റൈറ്റ് സൈഡിലെ വിൻഡ് വെലോസിറ്റി V2 0 ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി എന്തായി, ഇവിടുത്തെ എനർജി 0 ആയിപ്പോയി. ദാറ്റ് മീൻസ് ഈ ഒരു സൈഡ് 1 എന്ന് പറയുന്ന സൈഡിലുള്ള കംപ്ലീറ്റ് എനർജി നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ V2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പോസിബിൾ അല്ല. അവിടെ ഒരു V2 ഉണ്ടായേ പറ്റൂ. കാരണം ഈ സൈഡിൽ നിന്ന് വിൻഡ് വരുന്നുണ്ടെങ്കിൽ ആ വിൻഡ് ഈ സൈഡിൽ പോയേ പറ്റൂ. അപ്പൊ ഇവിടെ V1 വെലോസിറ്റിയും ഇവിടെ ഒരു V2 വെലോസിറ്റി നിർബന്ധമായിട്ടും ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഈ ഭാഗത്തുള്ള എനർജി ഒരിക്കലും 0 ആവാൻ പറ്റൂല. ഈ ഭാഗത്തുള്ള എനർജി ഹാഫ് റോ എ V2 ക്യൂബ് എന്ന് പറഞ്ഞ ഒരു എനർജി ഈ ഒരു സൈഡിൽ ഉണ്ടാവും. അപ്പൊ ഇത് E2 എന്ന് എടുക്കാം. ഈ ഭാഗത്തുള്ളത് E1 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡ് ടർബൈൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ, പുറത്തേക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ E1 മൈനസ് E2 ആയിരിക്കും. കാരണം ഈ ഒരു E2 എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലുള്ള എനർജി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. E1ൽ നിന്നുമാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് പവർ ആയിട്ട് കിട്ടുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു വാല്യൂ ഉണ്ട്, 0.59 ആ റേഞ്ചിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അത്രയാണ് മാക്സിമം നമുക്ക് ഒരു വിൻഡ് ടർബൈൻ്റെ അകത്ത് നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കണ്ടുപിടിച്ച ആളാണ് ആൽബർട്ട് ബെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഫിസിസ്റ്റ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ അതാണ് ബെറ്റ്സ് ലോ എന്ന് പറഞ്ഞാൽ. ബെറ്റ്സ് ലോ ഇൻഡിക്കേറ്റ് മാക്സിമം പവർ, നമുക്ക് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ദെൻ 1990-ലാണ് the law is derived from the principles of conservation of mass and momentum of air stream flowing through an idealized actuatory that extract energy from the wind stream. അതായത് ഒരു എന്താ പറയുക, മൊമെന്റം ഇക്വേഷനും അതേപോലെ മാസ് ലോ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഡെറിവേഷൻ ചെയ്യുന്നത്. ഇത് ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം. Then according to Bett's law, no turbine can capture more than 16/27 അല്ലെങ്കിൽ 59.3%. 59.3% കൂടുതൽ നമുക്ക് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല. അതായത് നമുക്ക് മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 0.593 ഇൻറ്റു ഇൻലെറ്റിൽ, അതായത് എൻട്രി, ഇപ്പം സൈഡ് 1ലുള്ള എനർജി ഹാഫ് റോ എ V1 ക്യൂബ്. ഇതാണ് മാക്സിമം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി. ഇതിന്റെ ബാക്കി 59ന്റെ ബാക്കി എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര വരും, 59 എന്ന് പറയുമ്പോൾ അറൗണ്ട് 41 റേഞ്ചിലുള്ള അത്രയും ശതമാനം, 40 to 41% ഓഫ് എനർജി നമുക്ക് നിർബന്ധമായിട്ടും എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. ബാക്കി മാത്രമേ നമുക്ക് കിട്ടും.
അതായത് ഈ ഒരു സൈഡിൽ അറൗണ്ട് 40% ഉണ്ടാവും, ഈ ഒരു സൈഡിൽ നമുക്ക് അറൗണ്ട് 60% മാത്രമേ നമുക്ക് സോറി ഈ സൈഡിലുള്ള എനർജീൻ്റെ 60% മാത്രമേ നമുക്ക് പുറത്തേക്ക് പവർ ആയിട്ട് എടുക്കാൻ പറ്റൂ. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്നത്. The factor 0.593 is known as bed coefficient. Then നമ്മൾ പറഞ്ഞു ഈ ഒരു 0.593 ആണ് നമുക്ക് മാക്സിമം കിട്ടുക. ഇത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല, കാരണം നമ്മുടെ ടർബൈനിൽ മറ്റ് ലോസുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ടർബൈൻ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരുപാട് ലോസ് വരും. അപ്പൊ ഈ പറഞ്ഞ 0.593 ടൈംസ് ഈ ഒരു എനർജി, അതായത് ഈ പറഞ്ഞ പിന്റെ ഇതിന്റെ ഒരു 75 to 80% മാത്രമാണ് നമുക്ക് ആക്ച്വലി പുറത്തേക്ക് കിട്ടുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ഒരു എനർജി നമുക്ക് പവർ ഔട്ട്പുട്ട് നമുക്ക് മൊത്തം കിട്ടുന്നത് പറഞ്ഞാൽ ഒരു 75% ഓഫ് നമ്മൾ ഈ പറഞ്ഞ പി, അതായത് 0.593 ഇൻറ്റു ഹാഫ് റോ എ വി ക്യൂബ്. ഇത്രയൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഒരു വിൻഡ് ടർബൈൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കിട്ടുന്നത്. ദെൻ ഈ ഒരു ബെറ്റ്സ്ലോന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം. അടുത്തതാണ് ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ടിപ്പ് സ്പീഡ് റേഷ്യോ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ ടിപ്പ് സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടിപ്പ് സ്പീഡ് റേഷ്യോ ഓഫ് എ വിൻഡ് ടർബൈൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടാൻജൻഷ്യൽ സ്പീഡ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ആക്ച്വൽ സ്പീഡ് ഓഫ് ദ വിൻഡ്. ഇത് പലരും തെറ്റിച്ച് എഴുതാറുണ്ട്. അപ്പം ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇതൊരു വിൻഡ് ടർബൈൻ ആണെങ്കിൽ, ഇതൊരു വിൻഡ് ടർബൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടിപ്പിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ v is equal to r into omega എന്നാണ് നമ്മൾ പറയുക. ഈ പറഞ്ഞ v എന്ന് പറയുന്നത് ടിപ്പിന്റെ വെലോസിറ്റി ആണ്. നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഒന്നായിട്ട് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ടിപ്പ് സ്പീഡ് എന്ന് പറയുന്നത് r omega ആണ്. അത് ഡിവൈഡഡ് ബൈ എന്താണ് ആക്ച്വൽ സ്പീഡ് ഓഫ് വിൻഡ്. അപ്പം r omega ബൈ വിൻഡിന്റെ വെലോസിറ്റി r omega ബൈ v. ഈ ഒരു സാധനത്തിനാണ് നമ്മൾ ടിപ്പ് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. The tip speed ratio is related to efficiency with optimum varying with blade design. Blade design കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചേഞ്ച് ആവും. ഹയർ ടിപ്പ് സ്പീഡ് റേഷ്യോ റിസൾട്ട് ഇൻ ഹയർ നോയ്സ്. അതായത് ഹയർ ടിപ്പ് സ്പീഡ് റേഷ്യോ കൂടുക മീൻസ് ആർ ഒമേഗ എന്താണ് കൂടുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒമേഗ കൂടുക ചെയ്യുന്നത്. ഒമേഗ കൂടുക മീൻസ് അതിന്റെ റൊട്ടേഷൻ സ്പീഡാണ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് ഹൈ സ്പീഡിൽ കറങ്ങുന്നു. ദാറ്റ് മീൻസ് ടിപ്പ് സ്പീഡ് റേഷ്യോ കൂടുന്ന സമയത്ത് എന്താവുന്നുണ്ട്, ഹയർ ആർ പി എമ്മിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈ നോയ്സ് ലെവലാണ് ഉണ്ടാവുക. അങ്ങനത്തെ കേസിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലേഡൊക്കെ ആവശ്യം ഉണ്ടാവും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ടിപ്പ് സ്പീഡ് റേഷ്യോ നമ്മൾ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യും, ഫിസിക്കൽ ടു ടിപ്പ് സ്പീഡ് ഓഫ് ദ ബ്ലേഡ് ബൈ വിൻഡ് സ്പീഡ്. അത് നമ്മൾ പറഞ്ഞു ആർ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ആർ ഡിവൈഡ് ബൈ വി. ഇതാണ് ടിപ്പ് സ്പീഡ് റേഷ്യോ. അതിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റേഴ്സ് പെർ സോറി യൂണിറ്റ് വരുന്നത് എന്താ, യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം ഒമേഗ ആർ എന്ന് പറഞ്ഞത് വി ആണ്, താഴത്തുള്ളത് വി ആണ്, രണ്ടും ക്യാൻസൽ ആയി പോകും. ലാംഡയ്ക്ക് എന്തുണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. അടുത്താണ് സോളിഡിറ്റി. സോളിഡിറ്റി is defined as the ratio of blade area to the circumference of rotor. അപ്പം ഈ ഒരു ഡെഫിനിഷൻ എങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. നമ്മുടെ ബ്ലേഡിന്റെ ടോട്ടൽ ഏരിയ, ഇപ്പം അസ്യൂം നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് ടർബൈൻ തന്നെ എടുക്കുകയാണെങ്കിൽ, വിൻഡ് ടർബൈൻ ആണെങ്കിൽ ഈ ബ്ലേഡിന്റെ മൊത്തം ഏരിയ അത് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ റോട്ടർ. സർക്കംഫറൻസ് ഓഫ് ദ റോട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കംഫറൻസ് നമ്മൾ 2πr എന്ന് പറയില്ലേ, 2πr എന്ന് പറയുന്ന ആ ഒരു സർക്കംഫറൻസ്, അതിനാണ് എന്ത് പറയുന്നത്, സോളിഡിറ്റി എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളിഡിറ്റി ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലേഡ് മെറ്റീരിയൽ റിക്വയർഡ് ടു ഇന്റർസെപ്റ്റ് സർട്ടൻ വിൻഡ് ഏരിയ. അതായത് നമുക്ക് ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ബ്ലേഡിന്റെ ഏരിയ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അളവാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ, അതായത് സോളിഡിറ്റി ഈസ് ഈക്വൽ ടു NB ഡിവൈഡ് ബൈ 2πr. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലേഡ് ആണ്, B എന്ന് പറയുന്നത് ഒരു ബ്ലേഡിന്റെ വിഡ്ത്ത് ആണ്, അതേപോലെ R എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു NB ബൈ 2πr. ഇതാണ് സോളിഡിറ്റി. ഇനി സോളിഡിറ്റിയും ടിപ്പ് സ്പീഡ് റേഷ്യോയും തമ്മിൽ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളിഡിറ്റി ഈ സൈഡിലേക്ക് മുകൾ ഭാഗത്തേക്ക് സോളിഡിറ്റി കൂടും,
ഈ സൈഡിലേക്ക് ടിപ്പ് സ്പീഡ് റേഷ്യോ കൂടും. എന്നിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഷെയ്ഡഡ് ഏരിയ കാണാം. അപ്പോൾ ഏതൊരു വിൻഡ് ടർബൈൻ ആണെങ്കിലും എപ്പോഴും റൺ ചെയ്യേണ്ടത് ഈ ഒരു ഷെയ്ഡഡ് ഏരിയക്ക് അകത്ത് നിന്നിട്ടായിരിക്കണം. അസ്യൂം ഒരു വിൻഡ് ടർബൈൻ്റെ കേസിൽ ടിപ്പ് സ്പീഡ് റേഷ്യോ വരുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.1ഉം അതിൻ്റെ കുറച്ച് മുകളിലും താഴെ ആയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലായിരിക്കണം അതിൻ്റെ സോളിഡിറ്റി വരുന്നത്. ഇപ്പൊ ടിപ്പ് സ്പീഡ് റേഷ്യോ വളരെ കുറവാണെന്ന് വിചാരിച്ചു. അപ്പോൾ അസ്യൂം 2 ആണെങ്കിൽ അറൗണ്ട് 0.3 ഈ ഒരു റേഞ്ചിലൊക്കെയാണ് എന്ത് വരുന്നത്, സോളിഡിറ്റി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഡ്രാഗ് ടൈപ്പും ലിഫ്റ്റ് ടൈപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രാഗ് ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലേഡിന്റെ ഏരിയ കൂടുതലായിരിക്കും, അതേപോലെ അതിന് സ്പീഡ് കുറവായിരിക്കും. ഡ്രാഗ് ടൈപ്പിന് ഏരിയ കുറവ് സ്പീഡ് കുറവാണെങ്കിൽ അതിന്റെ കേസിൽ എന്താവും, ടിപ്പ് സ്പീഡ് റേഷ്യോ കുറയും. ടിപ്പ് സ്പീഡ് റേഷ്യോ കുറയും. അപ്പൊ അസ്യൂം 1 ആണെന്ന് വിചാരിച്ചു. 1 ആണെങ്കിൽ നേരെ മേലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിഡിറ്റി വരുന്നത് 0.5. സോളിഡിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് പറയുമ്പോൾ സോളിഡിറ്റി കൂടുക മീൻസ് ബ്ലേഡിന്റെ ഏരിയ കൂടുക. അപ്പൊ നമ്പർ ഓഫ് ബ്ലേഡ്സിന്റെ എണ്ണമൊക്കെ കൂടും. ഇനി നമ്മൾ സാധാ ലിഫ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിൻഡ് ടർബൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹൈ സ്പീഡിലാണ് അത് കറങ്ങുന്നത്. അപ്പൊ അസ്യൂം ഒരു 6 ഒക്കെയാണ് അതിന്റെ ടിപ്പ് സ്പീഡ് റേഷ്യോ വരുന്നതെങ്കിൽ അതിന്റെ സോളിഡിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0.1നും താഴെയാണ് വരുന്നത്. അതായത് അതിന്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലേഡ് മെറ്റീരിയൽ വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു റിലേഷൻ ആണ് ഈ ഒരു ഫിഗറിനകത്ത് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. The following observation can be made. A 2 or 3 blade wind turbine has a low solidity. അതായത് നമ്മൾ പറഞ്ഞ ഈ ഒരു ലിഫ്റ്റ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അത് എന്താണ്, സോളിഡിറ്റി വളരെ കുറവാണ്. ആൻഡ് സോ നീഡ് ടു റൊട്ടേറ്റ് ഫാസ്റ്റർ ടു ഇന്റർസെപ്റ്റ് ആൻഡ് ക്യാപ്ചർ വിൻഡ് എനർജി. അതായത് നമ്മൾ ആവശ്യമായ വിൻഡ് എനർജി എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ടിപ്പ് സ്പീഡ് റേഷ്യോ കൂടുതലായിരിക്കണം. റോട്ടേഴ്സ് ഹാവിങ് ഹൈ വാല്യൂ സോളിഡിറ്റി, അതായത് ഒരുപാട് ഏരിയ ഉള്ള ഡ്രാഗ് ടൈപ്പ് ഒക്കെ ഉള്ള സംഭവം വിൻഡ് ടർബൈൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് മൾട്ടി ബ്ലേഡ് വിൻഡ് ടർബൈൻ ഒക്കെ ആണെങ്കിൽ ഓപ്പറേറ്റ് ആയിട്ട് ലോ ടിപ്പ് സ്പീഡ് റേഷ്യോ, ആ ഒരു കേസിൽ സ്പീഡ് അതിന് കുറവായിരിക്കും. സച്ച് റോട്ടേഴ്സ് നീഡ് എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. അങ്ങനത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡ്രാഗ് ടൈപ്പിന് ടോർക്കൊക്കെ കൂടുതലായിരിക്കും ഉണ്ടാവുക. ദെൻ അടുത്ത കുറച്ച് കാര്യങ്ങളാണ് പവർ കോഷ്യന്റ് എന്ന് പറയും. പവർ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിൻഡ് ടർബൈൻ്റെ കേസിൽ ഒരു എഫിഷ്യൻസി പറയുന്ന പോലെയാണ് പവർ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ. പവർ കോഷ്യന്റ് CP is a measure of wind turbine efficiency often used by wind power industry. അപ്പൊ നമ്മളൊരു വിൻഡ് ടർബൈൻ വാങ്ങുകയാണെങ്കിൽ ആ ഒരു വിൻഡ് ടർബൈൻ്റെ കൂടെ നമുക്ക് അതിന്റെ ഒരു എഫിഷ്യൻസി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ടേം ആണ് എന്ത്, CP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ കോഷ്യന്റ് എന്ന് പറയുന്നത്. Then CP is the ratio of actual electric power produced by a wind turbine divided by total wind power flowing into the turbine blades at a specific wind speed. അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരു വിൻഡ് ടർബൈൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരുന്ന വിൻഡ് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് റോ എ പി ക്യൂബ് ആണ്. ഇത്രയും എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ നല്ലൊരു ശതമാനം എന്തായിട്ട് പോകും, നമ്മൾ ബെറ്റ്സ്ലോയിൽ പറഞ്ഞു അറൗണ്ട് 40-41% നമുക്ക് നഷ്ടമായി പോകും. കാരണം ഈ ഒരു സൈഡിലൂടെ എയർ ഫ്ലോ ചെയ്യുന്നത് കാരണം അത്രയും നഷ്ടമായി പോകും. പിന്നെ ഈ ഒരു വിൻഡ് ടർബൈൻ്റെ ഇതിന്റെ അകത്ത് കുറെ റൊട്ടേറ്റിംഗ് കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഫ്രിക്ഷനും മെക്കാനിക്കൽ ലോസുകളൊക്കെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ പുറത്തേക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നതാണ് P എങ്കിൽ നമുക്ക് CPനെ ഡിഫൈൻ ചെയ്യാം. CP = നമുക്ക് കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ ഹാഫ് റോ എ വി ക്യൂബ്, അല്ലെങ്കിൽ P/E1 എനർജി ഇൻ വിൻഡ്. അപ്പൊ ഇതിനാണ് CP എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. CP is the ratio of actual electric power P divided by total wind power flowing into the turbine blade at a specific wind speed. അപ്പൊ ഇതിനാണ് CP എന്ന് പറയുന്നത്. The wind power quotient represents the combined efficiency of various wind power system components which includes the turbine blades, shaft bearing. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പൊ ഈ ഒരു വിൻഡിലുള്ള എനർജിന്റെ അകത്ത് നിന്ന് കുറെ ലോസുകൾ ഉണ്ടാവും. പിന്നെ അതിന്റെ പുറമെ ഇതിനകത്ത് കുറെ റൊട്ടേറ്റിംഗ് കമ്പോണൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗിയർ ട്രെയിൻ ഉണ്ട്, ബെയറിങ്സ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വരുന്ന ലോസിനെ
കറസ്പോണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് വിൻഡ് പവർ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then the CP of a particular wind turbine varies with operating conditions such as wind speed. Wind speed അനുസരിച്ച് എന്താവും CP മാറും. ടർബൈൻ ബ്ലേഡ് ആംഗിൾ, ടർബൈൻ റൊട്ടേഷൻ സ്പീഡ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് CPന്റെ വാല്യൂ ചേഞ്ച് ആവും. CP of a particular wind turbine is measured or calculated by manufacturer and usually provided to various wind speed. നമ്മളൊരു wind turbine വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ CP ഡിഫറൻറ്റ് വിൻഡ് സ്പീഡിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യും. If you know a CP of a given wind speed, CP at a given wind speed for a specific turbine, you can use it to estimate the electric power output. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അതിനകത്തുനിന്ന് നമ്മൾ പറഞ്ഞു എന്താണ് CP എന്ന് പറഞ്ഞാൽ P ഡിവൈഡ് ബൈ ഹാഫ് റോ എ വി ക്യൂബ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് P കണ്ടുപിടിക്കണം എന്ത് ഇതിനങ്ങോട്ടേ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏരിയയും വെലോസിറ്റിയും അറിയെങ്കിൽ അതേപോലെ CPന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വിൻഡ് സ്പീഡിൽ അറിയെങ്കിൽ P നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അതാണ് പറഞ്ഞത്. ഇനി വേരിയേഷൻ ഓഫ് പവർ കോഷ്യന്റ് വിത്ത് ടിപ്പ് സ്പീഡ് റേഷ്യോ ഫോർ ഡിഫറെന്റ് റോട്ടർ. അപ്പോൾ ഒരു ആക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാഫാണ്. ഒരു ആക്സിൽ നമ്മൾ ടിപ്പ് സ്പീഡ് റേഷ്യോ എടുത്തു, മറ്റേ ആക്സിൽ നമ്മൾ പവർ കോഷ്യന്റ് എടുത്തു. അപ്പോൾ ഇതിനകത്ത് കുറേ ടൈപ്പ് എന്തുണ്ട് വിൻഡ് ടർബൈൻസ് ഉണ്ട്. അപ്പം ടിപ്പ് സ്പീഡ് റേഷ്യോ കുറയാ മീൻസ് വെലോസിറ്റി കുറയാം. വെലോസിറ്റി കുറഞ്ഞ ടർബൈനുകളാണ് ഇവിടെ കാണുന്നത്. അതായത് മൾട്ടി ബ്ലേഡ്, സാവോണിയസ് ഇതൊക്കെ ഡ്രാഗ് ടൈപ്പ് ആണ്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലിഫ്റ്റ് ടൈപ്പ്, ഇവിടെ ഡാരിയസ് കാണാം. അതേപോലെ 3 ബ്ലേഡ് പ്രൊപ്പല്ലർ, അതായത് നമ്മൾ സാധാരണ കാണുന്ന ലിഫ്റ്റ് ടൈപ്പ്, അതേപോലെ 2 ബ്ലേഡ് പ്രൊപ്പല്ലർ ഒക്കെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇതും പവർ കോഷ്യന്റും തമ്മിലുള്ളൊരു റിലേഷൻ ആണ്. ഇപ്പോൾ സാവോണിയസും മൾട്ടി ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ ടിപ്പ് സ്പീഡ് റേഷ്യോ അറൗണ്ട് 1 ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന CPന്റെ വാല്യൂ ഇവിടെ കാണാം. സാവോണിയസിന്റെ കേസിൽ അറൗണ്ട് 0.15 റേഞ്ചിലൊക്കെയാണ്. മൾട്ടിപ്ലൈനാണെങ്കിൽ അറൗണ്ട് 0.3 ഒക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന CPന്റെ വാല്യൂ. അത്രയാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന എഫിഷ്യൻസി. ഇതിന്റെ കേസിൽ ഒരു 30%, ഇതിന്റെ കേസിൽ ഒരു 15% ഒക്കെയാണ് വരുന്നത്. ദെൻ ടിപ്പ് സ്പീഡ് റേഷ്യോ കൂടുക, കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റേ പ്രൊപ്പല്ലർ ടൈപ്പ് ടർബൈൻസ് ആണ്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 40% ഒക്കെ നമുക്ക് CPന്റെ വാല്യൂ വരുന്നുണ്ട്. കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു കേസിൽ 5 to 6 ഒക്കെയാണ് നമുക്ക് ഡാരിയസ് റോട്ടറും അതേപോലെ 2 ബ്ലേഡ് പ്രൊപ്പല്ലർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമുക്ക് വരുന്നത് അറൗണ്ട് 35%, 45% ഒക്കെയാണ് നമുക്ക് അതിന്റെ CPന്റെ വാല്യൂ വരുന്നത്. ഇതിന്റെ മുകളിൽ ഒരു മാക്സിമം വാല്യൂ കൊടുത്തിട്ടുണ്ട്, ബെറ്റ്സ് ലിമിറ്റ്. അത് നമ്മൾ പറഞ്ഞത് മാക്സിമം വിൻഡ് എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് 59.3% ആണ്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരൊറ്റ വിൻഡ് ടർബൈൻസ് പോലും നമുക്ക് എത്തൂല. അതായത് ഈ ഒരു ലൈനിന്റെ താഴെ ആയിരിക്കും ഏത് വിൻഡ് ടർബൈൻ എടുത്താലും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്താണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം. അപ്പോൾ ഒരു വിൻഡ് ടർബൈനിലുള്ള എനർജി ഏത് രീതിയിലാണ് അതിനകത്ത് എനർജി പ്രൊഡ്യൂസ് ആവുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് കാര്യമായിട്ട് ഓർത്ത് വെക്കാൻ ഹാഫ് റോ എ വി ക്യൂബ് എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് മാക്സിമം പവർ ആണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ പവർ ഇൻ വിൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ ഏരിയക്ക് എന്താണ് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പവർ വരുന്നത്. ക്യൂബ് ഓഫ് വിൻഡ് സ്പീഡിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ എയറിന്റെ ഡെൻസിറ്റി റോക്കും പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. ദെൻ there are two primary physical principles by which energy can be extracted from the wind. രണ്ട് രീതിയിൽ നമുക്ക് വിൻഡ് എനർജി എക്സ്ട്രാക്ട് ചെയ്യാം. ഒന്ന് ഡ്രാഗ് ഫോഴ്സ് ആണ്, ഒന്ന് ലിഫ്റ്റ് ഫോഴ്സ് ആണ്. ലിഫ്റ്റ് ഓർ ഡ്രാഗ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ലോ സ്പീഡ് ടർബൈൻസ് ഒക്കെ ഡ്രാഗ് ടൈപ്പ് ആണ്. അതേപോലെ പിന്നെ പറഞ്ഞ എയറോഫോയിൽ ഷേപ്പ് ഉള്ള അതിന് നമ്മൾ ലിഫ്റ്റ് ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്രാഗ് ലിഫ്റ്റ് എന്ന് പെട്ടെന്നൊന്ന് പറയാം. ഒരു ഒബ്ജക്റ്റ് ഇപ്പം അസ്യൂം ഒരു വിൻഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വിൻഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു എയറിന്റെ മൊമെന്റം കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സിനാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് വരികയാണെങ്കിൽ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഈ വിൻഡ് വന്നിട്ട് ഹിറ്റ് ചെയ്യും. ആ ഹിറ്റ് ചെയ്ത കാരണം ഇതിനകത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഒരു ഫോഴ്സിനാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയും. നേരെ മറിച്ച് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് വരുന്നുണ്ട്. ആ വിൻഡ് വരുന്ന സമയത്ത്
ഈ ഒരു ഭാഗം തട്ടിയിട്ട് കുറച്ച് വിൻഡ് ഈ സൈഡിലൂടെയും കുറച്ച് വിൻഡ് ഈ സൈഡിലൂടെയും പോകും. ഈ ഒരു എന്താ പറയുക ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എയറോഫോയിൽ ഷേപ്പ് എന്ന് പറഞ്ഞൊരു എയറോഫോയിൽ എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉള്ള ഒരു ഷേപ്പാണ്. ദാറ്റ് മീൻസ് ഈ ഭാഗത്തൂടെ പോകുന്ന എയറിനും ഈ ഭാഗത്ത് കൂടെ പോകാനുള്ള എയറിനും ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. താഴത്ത് കൂടെ ഉള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഈ ഒരു താഴത്ത് കൂടെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറവാണ്. മോൾ ഭാഗത്തുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പൊ താഴെ ഭാഗത്തൂടെ പോകുന്ന എയറിന് ചെറിയ സ്പീഡിൽ പോയാൽ മതി. മോൾ ഭാഗത്തൂടെ പോകുന്ന എയറിന് ഹൈ സ്പീഡിൽ പോകണം. സെയിം ടൈമിൽ ഈ രണ്ട് മോൾ ഭാഗത്തൂടെ പോകുന്ന എയറും താഴെ ഭാഗത്തൂടെ പോകുന്ന എയറും ഈ ഒരു എൻഡിൽ എക്സിറ്റ് ആവണം. ഇവിടുന്ന് എൻട്രി സെയിം ടൈമാണ്, അതേപോലെ പുറത്തേക്ക് പോകേണ്ടതും സെയിം ടൈമിലാണ്. അപ്പൊ മോൾ ഭാഗത്തൂടെ പോകുന്ന എയറിന്റെ വെലോസിറ്റി കൂടുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ എന്താവും? കുറയും. അപ്പൊ ഇവിടുത്തെ പ്രഷർ കുറയും. താഴ്ഭാഗത്തെ വെലോസിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ എന്താവും? കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ഈ അടിഭാഗത്ത് ഹൈ പ്രഷറും മോൾ ഭാഗത്ത് ലോ പ്രഷറും ആകുന്ന സമയത്ത് ഈ ഒരു സംഭവം, ഈ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് ലിഫ്റ്റ് ആവും. ഇതിനാണ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയാം. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ ലിഫ്റ്റ് ടൈപ്പ് വിൻഡ് ടർബൈൻസ് ഒക്കെ വർക്ക് ആവുന്നത്. നമ്മുടെ എയറോപ്ലെയിൻ്റെ ഒക്കെ എന്താ പറയുന്നത് വിങ്സ് ഒക്കെ ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തത്, ഈ ഒരു എയറോഫോയിൽ ഷേപ്പിന്റെ. ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഈ ഒരു എയർ എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ ലീഡിങ് എഡ്ജ് എന്ന് പറയും. എയർ എക്സിറ്റ് ആവുന്ന എഡ്ജിന് നമ്മൾ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഇതിന്റെ ടോട്ടൽ ക്രോസ് സെക്ഷൻ ലെങ്ത്തിന് നമ്മൾ കോഡ് എന്ന് പറയും. ദെൻ ഇതിന്റെ അകത്ത് കൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കോഡ് ലൈൻ എന്ന് പറയും. മോൾ ഭാഗത്തുള്ളത് അപ്പർ സർഫസ്, ലോവർ സർഫസ്. അതിന്റെ ഒരു ആവറേജിലൂടെ പോകുന്ന ഈ ഒരു ലൈൻ നമ്മൾ ക്യാമ്പർ ലൈൻ എന്ന് പറയും. ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡ്രാഗ് ഫോഴ്സും ലിഫ്റ്റ് ഫോഴ്സും എന്താണ്. ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊമെന്റം ട്രാൻസ്ഫർ വഴി, എയറിന്റെ മൊമെന്റം ട്രാൻസ്ഫർ വഴി ഉണ്ടാവുന്നതാണ്. അതേപോലെ ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എനർജിയിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. The basic features that cancel lift. Okay. Drag is in the direction of air flow. അപ്പൊ ഡ്രാഗ് ഉണ്ടാവുന്നത് ഏത് ഡയറക്ഷനിലാണോ എയർ ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ് ഡ്രാഗ് ഉണ്ടാവുന്നത്. പക്ഷെ ലിഫ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല, എയർ ഫ്ലോ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ജനറേഷൻ ഓഫ് ലിഫ്റ്റ് ഓൾവേസ് കോസസ് സർട്ടൻ എമൗണ്ട് ഓഫ് ഡ്രാഗ്. അതായത് ഈ ലിഫ്റ്റ് ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ ചെറിയൊരു എമൗണ്ട് ഡ്രാഗ് ഫോഴ്സും കൂടെ ഉണ്ടാവുന്നുണ്ട്. വിത്ത് എ ഗുഡ് എയറോഫോയിൽ ലിഫ്റ്റ് പ്രൊഡ്യൂസർ ക്യാൻ ബി മോർ ദാൻ 30 ടൈംസ് ലിറ്റർ ആൻഡ് ഡ്രാഗ്. അത് ഈ പറഞ്ഞ ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാവുന്നത് അതിന്റെ കൂടെ തന്നെ ഡ്രാഗ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു എയറോഫോയിൽ ആണെങ്കിൽ ആ ഒരു ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഫോഴ്സിന്റെ 1/30 ഒക്കെ ഉണ്ടാവും. ലിഫ്റ്റ് ഡിവൈസസ് ആർ ജനറലി മോർ എഫിഷ്യന്റ് ദാൻ ഡ്രാഗ് ഡിവൈസ്. ലിഫ്റ്റ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എഫിഷ്യന്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈൻ ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ ഉണ്ട്. ദെൻ അതേപോലെ അതിന്റെ ഷേപ്പ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 കിലോവാട്ട് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിന് നമ്മൾ സ്മോൾ സൈസ് മെഷീൻ എന്ന് പറയും. 2 to 100 കിലോവാട്ട് ആണെങ്കിൽ മീഡിയം, ദെൻ 100 എബോവ് ആണെങ്കിൽ ലാർജ് സൈസ് എന്ന് പറയും. ദെൻ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത് DC ആണെങ്കിൽ അത് DC ഔട്ട്പുട്ട് ആണ്. ദെൻ AC ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ AC ഔട്ട്പുട്ട്. ഇതിനകത്തൊന്നും ഒരുപാട് സമയം കളയേണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഇനി വിൻഡ് എനർജി പവർ ജനറേറ്ററിന്റെ വർക്കിംഗ് മോഡുകളുണ്ട്. 3 രീതി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. സ്റ്റാൻഡ് അലോൺ മോഡ്, ബാക്കപ്പ് മോഡ്, അതേപോലെ ഗ്രിഡ് കണക്റ്റഡ് മോഡ്. സ്റ്റാൻഡ് അലോൺ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു വിൻഡ് മില്ലും അല്ലെങ്കിൽ ആ ഒരു വിൻഡ് കൺവേർഷൻ സിസ്റ്റം മാത്രമാണ് നമ്മുടെ എനർജി സോഴ്സ് എങ്കിൽ അതിന് നമ്മൾ സ്റ്റാൻഡ് അലോൺ മോഡ് എന്ന് പറയും. ബാക്കപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് അലോൺ മോഡിന്റെ കൂടെ നമ്മൾ മറ്റൊരു എനർജി സോഴ്സും കൂടെ കണ്ടുപിടിക്കും. ഗ്രിഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം ഉണ്ട്, അതിന്റെ കൂടെ നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈയും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗ്രിഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് റെപ്രസെന്റ് സ്റ്റാൻഡ് അലോൺ മോഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു വിൻഡ് എനർജി ടർബൈൻ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ജനറേറ്റർ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വിൻഡ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അത് നമ്മളൊരു കൺട്രോൾ യൂണിറ്റ് വഴി അല്ലെങ്കിൽ ഒരു ചാർജിങ് യൂണിറ്റ് വഴി നമ്മളൊരു ബാറ്ററീനെ ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് എന്ത് കിട്ടി? ഒരു എമൗണ്ട് ഓഫ് എനർജി നമ്മൾ സ്റ്റോർ ചെയ്തു. ബാക്കി നമ്മൾ എടുത്തിട്ട് ഒരു ഇൻവെർട്ടർ വഴി നമ്മുടെ
ലോഡ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്ന എനർജീന്റെ ചെറിയൊരു പാർട്ട് സ്റ്റോർ ആയി, ബാക്കി നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. ദെൻ ഈ വിൻഡ് എനർജി കിട്ടാത്ത സമയത്ത് ബാറ്ററിൻ്റെ അകത്ത് നമ്മൾ ഇൻവെർട്ടർ വഴി വീണ്ടും നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു കേസിൽ വേറെ എക്സ്ട്രാ ബാക്കപ്പുകളൊന്നുമില്ല. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡ് എനർജി ജനറേറ്റർ മാത്രമാണ്. അതിനടുത്താണ് ബാക്കപ്പ് മോഡ്. ബാക്കപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അലോൺ മോഡാണ് ഈ കാണുന്നത്. അതിന്റെ കൂടെ മറ്റൊരു എനർജി സോഴ്സ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഡീസൽ ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, വിൻഡ് എനർജി അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് അതിനകത്ത് നമ്മൾ എനർജി യൂസ് ചെയ്യും, ഡയറക്റ്റ്ലി യൂസ് ചെയ്യും, ചെറിയൊരു പാർട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ ഏതെങ്കിലും കേസിൽ വിൻഡ് എനർജി അവൈലബിൾ അല്ല, ആ സമയത്ത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് യൂസ് ചെയ്യും. അതും അവൈലബിൾ അല്ലാത്ത സമയത്ത്, ഇപ്പോൾ ബാറ്ററിയും ചാർജ് കഴിഞ്ഞു പോയി, വിൻഡും അവൈലബിൾ അല്ല, അങ്ങനത്തെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാക്കപ്പ് മോഡും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇവിടെ ഒരു ഡീസൽ ജനറേറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് സ്വിച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡീസൽ ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതാണ് ബാക്കപ്പ് മോഡ് എന്ന് പറയുന്നത്. അടുത്താണ് ഗ്രിഡ് കണക്റ്റഡ്. ഗ്രിഡ് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വിൻഡ് എനർജി കൺവേർഷൻ, ഇപ്പോൾ 2 ടർബൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അത് നോക്കണ്ട. ഇപ്പോൾ ഒരു വിൻഡ് എനർജി സിസ്റ്റം ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മളൊരു എന്ത് ചെയ്യും, നോർമലി നമ്മൾ ലോക്കൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ലോഡുകളൊക്കെ നമ്മൾ ഈ ഒരു വിൻഡ് ടർബൈൻ വെച്ചിട്ട് റൺ ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഈ വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവശ്യത്തിന് പുറമെ എക്സ്ട്രാ ഉണ്ടാകുന്ന വിൻഡ് എനർജീനെ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുക ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എക്സ്ട്രാ വരുന്നതിനെ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ വഴി നമ്മുടെ ഗ്രിഡിലേക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യും. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന എനർജിക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വാല്യൂ കിട്ടും. ദെൻ ചില കേസിൽ ഇപ്പം ഈ വിൻഡ് അവൈലബിൾ അല്ല എന്ന് വിചാരിച്ചു, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എനർജി എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ബാക്കപ്പ് മോഡ് നമ്മൾ നേരത്തെ ഒരു ഡീസൽ ജനറേറ്റർ യൂസ് ചെയ്തു, പക്ഷെ ഇവിടെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രിഡുമായിട്ടൊരു കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗ്രിഡ് കണക്റ്റഡ് മോഡ്. ഇനി നമ്മൾ നോക്കുന്നത് വിൻഡ് എനർജി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. കുറച്ചെണ്ണം ഇവിടെ പറയുന്നുണ്ട്. വിൻഡ് എനർജി ഈസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ക്യാൻ ബി ടാപ്ഡ് ഫ്രീ ഓഫ് ഫ്യൂൽ കോസ്റ്റ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ സോഴ്സ് ആണ് വിൻഡ്. വിൻഡ് ടർബൈൻ ജനറേറ്റർ പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി ഇൻ ആൻ എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി. അതായത് വേറെ എൻവിറോൺമെന്റിന് ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ സപ്ലൈ ഇലക്ട്രിക് പവർ ടു റിമോട്ട് ഇനാക്സസിബിൾ ഏരിയയിലേക്ക്. അതായത് റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിൻഡ് എനർജി വെച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വിൻഡ് പവർ ജനറേറ്റർ ഇസ് കോസ്റ്റ് എഫക്റ്റീവ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു 4 എക്സാമ്പിൾസ് മാത്രമാണ് കൊടുത്തത്. ഇനിയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, നിങ്ങളുടെ ഐഡിയക്ക് എഴുതാൻ പറ്റും. കുറച്ച് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, വിൻഡ് എനർജി ഹാസ് ലോ എനർജി ഡെൻസിറ്റി ഓഫ് എനർജി വിൻഡ് എനർജിന്റെ കേസിൽ പൊതുവെ കുറവാണ്. അതേപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് അവൈലബിൾ അല്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ദെൻ വിൻഡ് സ്പീഡ് വേരിയബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജിയും വേരിയബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ വിൻഡ് എനർജി സ്റ്റോറേജ് ബാറ്ററി. അപ്പം നമ്മൾ വിൻഡ് എനർജി സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്സ് പറഞ്ഞു. സ്റ്റാൻഡ് അലോൺ മോഡലും അതേപോലെ തന്നെ ബാക്കപ്പ് മോഡലൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ബാറ്ററി പോലുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അത് എൻവിറോൺമെന്റിൽ ഉള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കും. വിൻഡ് ഫാംസ് ആർ എസ്റ്റാബ്ലിഷ് ഇൻ ലൊക്കേഷൻസ് ഓഫ് ഫെയർ ഓഫ് വിൻഡ്. വിൻഡ് ഫാമുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല രീതിയിലുള്ള വിൻഡ് കിട്ടുന്ന സ്ഥലങ്ങളിലാണ്. ഈ ഒരു ലൊക്കേഷനൊക്കെ നമുക്ക് ലോഡ് ആവശ്യമുള്ള അല്ലെങ്കിൽ എനർജി ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിൻഡ് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള എനർജി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത്രയാണ് അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബെഡ്സ്റ്റോണിന്റെ ഡെറിവേഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വിൻഡ് ടർബൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ഈ സൈഡ് 1 ആണ്. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുക്കാം, അതേപോലെ ഈ സൈഡ് 2 എന്ന് കൊടുക്കാം. അപ്പൊ ഈ സൈഡിൽ നിന്നാണ് നമ്മുടെ വിൻഡ് വരുന്നത്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് V1 വെലോസിറ്റി ഇവിടുന്ന് വിൻഡ് വരുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന വിൻഡിന്റെ മാക്സിമം എനർജി അതാണ് ഈ സൈഡിൽ എഴുതി കാണിച്ചത്. E1 = ½ m dot into V1 square, അല്ലെങ്കിൽ നമ്മൾ m dotന് വാല്യൂ കൊടുത്തിട്ടുണ്ടാക്കിയാണ് ½ rho a V1 cube. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ സെയിം തന്നെയാണ്. m dotന് വാല്യൂ കൊടുത്താണ് ഇത്. ഇപ്പൊ എത്രയാണ് ഇതിന്റെ മാക്സിമം എനർജി? ആ എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് 0.59 അല്ലെങ്കിൽ 59.3% മാത്രമാണ് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ബാക്കി ഭാഗം നമുക്ക് എന്തായിപ്പോവും, ലോസ് ആയിപ്പോവും.
കാരണം ഇവിടുന്ന് വരുന്ന വിൻഡ് ഈ ഒരു ഭാഗത്ത് കൂടെ V2 വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്തേ പറ്റും. അപ്പൊ ഇവിടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനൊരു എനർജി ഉണ്ട്, അതാണ് ഇവിടെ എഴുതി വെച്ചത്. E2 = ½ m dot into V2 square. അത് തന്നെയാണ് ½ into rho a V2 cube. അപ്പൊ ഈ ഒരു എനർജി ഡിഫറൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ വരുന്ന എനർജിന്റെ അകത്തുനിന്ന് ഇത്രയും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പവർ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ വരുന്ന എനർജി മൈനസ് ഇവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന എനർജി E1 മൈനസ് E2, അതായത് ½ into m dot into V1 square അതാണ് എനർജി ഇൻപുട്ട്. എനർജി നഷ്ടപ്പെടുന്നത് ½ into m dot into V2 square, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ½ m dot നമുക്ക് പുറത്തെടുക്കാം, into V1 square മൈനസ് V2 square നമുക്ക് കിട്ടും. ദെൻ നമുക്കറിയാം റോ എ വി m dot എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ റോ എ വി ആണ്. അതേപോലെ നമ്മൾ വി എന്ന് പറയുന്നത് V1 plus V2/2 ആയിട്ട് അസ്യൂം ചെയ്യണം. അതായത് ഇതൊരു വിൻഡ് ടർബൈൻ ആണ്, ഈ ഭാഗത്തെ വെലോസിറ്റി V1 ആണ്, ഈ ഭാഗത്തെ വെലോസിറ്റി V2 ആണ്. അപ്പൊ ഈ ഒരു വിൻഡ് ടർബൈൻ്റെ ആ ഒരു ഏരിയയിലുള്ള വെലോസിറ്റി V = V1 plus V2/2 ആണ് നമ്മൾ അസ്യൂം ചെയ്യണം. ആ ഒരു അസംഷൻ ആണ് ഇവിടെ കൊടുത്തത്. അപ്പം വിൻഡ് ടർബൈൻ്റെ ഏരിയയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് ആണ്. അപ്പൊ അതാണ് ഇവിടെ അസംഷൻ കൊടുത്തത്. അപ്പൊ പവർ ഔട്ട്പുട്ടിൽ നമുക്ക് മാറ്റി എഴുതാം, ½ into m dot ആയിരുന്നു. ½ into m dot പകരം എന്താക്കി ഒരു സ്റ്റെപ്പ് ഇവിടെ എക്സ്ട്രാ എഴുതാം. P = നമ്മൾ നേരത്തെ എഴുതി വെച്ചത് ½ into m dot into V1 square മൈനസ് V2 square എന്നാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചത്. അപ്പൊ m dot പകരം നമ്മൾ എന്ത് ചെയ്തു, ½ into rho a v എന്ന് എഴുതി, into V1 square മൈനസ് V2 square എന്ന് എഴുതി. ദെൻ ഈ ഒരു വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, V1 plus V2/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും, ½ into rho a into വിക്ക് പകരം V1 plus V2/2 into V2 square minus V1 square minus V2 square എന്ന് എഴുതി. ദെൻ ഈ ഒരു ഹാഫും മൾട്ടിപ്ലൈ 1/4 rho a into V1 plus V2 into V1 square minus V2 square. ദെൻ ഈ ഒരു ബ്രാക്കറ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1/4 rho a into V1 cube minus V1 into V2 square plus V1 square into V2 minus V2 cube ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. ദെൻ ഇതിനകത്ത് നമ്മൾ എല്ലാ ടേമിൻ്റെ അകത്തുനിന്നും V1 ക്യൂബിനെ നമ്മൾ പുറത്തെടുക്കും. അപ്പോൾ ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 വരും, ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ V2/V1 സ്ക്വയർ എന്ന് വരും, ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ V2/V1 എന്ന് വരും, ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ V2/V1 ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ 1/4 into rho a V1 cube into ഈ ഒരു ടേം വരും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ V2/V1 എന്ന് പറഞ്ഞ ടേം എന്താവുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സിംപ്ലിഫൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, x എന്ന് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ½ into rho a V1 cube into 1 minus x square plus x minus x cube. ദെൻ ഇതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ ഓഫ് പവർ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ പവർ ഔട്ട്പുട്ടിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ x ആണ്, അല്ലെങ്കിൽ V2/V1 എന്ന് പറഞ്ഞത് വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് dP/dx, അതായത് ഈ പി ഔട്ടിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം ഇതെന്താണ്, ½ into rho a V1 cube എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുക്കുക, ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസിയേഷൻ 1ൻ്റെത് 0, x സ്ക്വയറിൻ്റെത് 2x, എക്സിൻ്റെത് 1, x ക്യൂബിൻ്റെത് -3 x സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടേം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 0 ആയി പോകും. അപ്പോൾ ഇത് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് നിങ്ങൾക്ക് 2 വാല്യൂസ് കിട്ടും. അതാണ് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, -b + or -√b² - 4ac/2a എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ -1ഉം എക്സിൻ്റെ വാല്യൂ 1/3 കിട്ടും. -1 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ആ ഒരു പി ഔട്ടിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല, അത് പോസിബിൾ അല്ല. അപ്പം ആകെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x = 1/3 ആയിരിക്കും. അപ്പോൾ പി ഔട്ട് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുകയാണ്. പി ഔട്ട് മാക്സിമം = 1/4 rho a V1 cube. ദെൻ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 1/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടും 1/4 rho a V1 cube into 32/27 കിട്ടും.
ദെൻ ഈ 1/4 1/2 ഇൻറ്റു 1/2 ആക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടേം ഹാഫ് റോ എ V1 ക്യൂബ് എന്ന് പറഞ്ഞ ടേം നമ്മൾ നേരത്തെ പരിചയമാണ്. ഇതായിരുന്നു നമ്മൾ എനർജി ഇൻ വിൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള എനർജി E1 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ഇൻറ്റു 1/2 എന്നാക്കുന്നു. അപ്പോൾ 1/2 ഇൻറ്റു E1 1/2 ഇൻറ്റു E1 1/2 ഇൻറ്റു E1 ഇൻറ്റു 32/27 വരുന്നു. ഈ 2ഉം ഈ 32ഉം പോയിട്ട് 16 ആവും. അതായത് E1 ഇൻറ്റു 16/27. ഇതാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന പി ഔട്ട് മാക്സിമം ആണ് ഇത്. മാക്സിമം നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ E1ന്റെ 16/27 ആണ്. അതായത് 16/27 ചെയ്ത് കഴിഞ്ഞാൽ 0.5925 അല്ലെങ്കിൽ 0.593 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇത്രയാണ് മാക്സിമം പവർ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബെറ്റ്സ് ലോ അതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബെറ്റ്സ് ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മാക്സിമം എനർജി ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രോം എ വിൻഡ് ടർബൈൻ ഈസ് 0.593 അല്ലെങ്കിൽ 59.3% ഓഫ് എനർജി ഇൻ വിൻഡ്. എനർജി ഇൻ വിൻഡ് ആണ് E1. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. അപ്പൊ ഇതോടെ കൂടെ നമ്മുടെ തേർഡ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ആയി. താങ്ക് യു.